നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നാളെയാണ് നിർണായകമായ ദിവസം. UCLൻ്റെ ലീഗ് ഘട്ടത്തിലെ അവസാന മത്സരങ്ങൾ ഒന്നിച്ചൊരുമിച്ച് നടക്കും. നാളെ രാത്രി ഇന്ത്യൻ സമയം 1:30 എന്ന് പറഞ്ഞാൽ സാങ്കേതികമായിട്ട് വ്യാഴാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം 1:30 എല്ലാ കളികളും ഒരുമിച്ച് നടക്കുകയാണ്. ബാഴ്സലോണയുടെ എതിരാളികൾ കോപ്പൻഹേഗനാണ്. അതുപോലെ ലിവർപൂൾ കറാബാഗുമായിട്ട് കളിക്കും. അത്ലറ്റിക് ക്ലബ് ബിൽബാവോ സ്പോർട്ടിങ്ങുമായിട്ട് കളിക്കും. മൊണോക്കോ യുവൻറ്റസുമായിട്ടും അയാക്സ് ഒളിമ്പിയാക്കോസുമായിട്ടും PSG ന്യൂക്കാസിലുമായിട്ടും ഡോട്ട്മുണ്ട് ഇൻ്ററുമായിട്ടും നാപ്പോളി ചെൽസിയുമായിട്ടും ഐൻട്രാക്ട് ഫ്രാങ്ക്ഫർട്ട് ടോട്ടനമുമായിട്ടും അത്ലറ്റിക്കോ മാഡ്രിഡ് ബോഡോ ഗ്ലിംറ്റുമായിട്ടും ലെവർക്യൂസൻ വിയാറയിലുമായിട്ടും ആഴ്സണൽ കൈറാത്തുമായിട്ടും പെഫോസ് സ്ലാവിയ പ്രാഹയുമായിട്ടും മാഞ്ചസ്റ്റർ സിറ്റി ഗാലറ്റസരായുമായിട്ടും ക്ലബ് ബ്രൂഗെ മാഴ്സയുമായിട്ടും ബെൻഫിക്ക റയൽ മാഡ്രിഡുമായിട്ടും യൂണിയൻ സെൻറ്റ് ഗിയോസ് അറ്റ്ലാന്റയുമായിട്ടും PSV ബയൺ മ്യൂണിക്കുമായിട്ടും ഏറ്റുമുട്ടും. അപ്പോൾ ഇതിൽ 36 ടീമുകളിൽ 4 ടീമുകളെ ഇപ്പോൾ അടുത്ത റൗണ്ടിൽ കടക്കില്ല എന്ന് പറഞ്ഞ് പുറത്തായിട്ടുള്ളൂ. കൈറാത്തും വിയാറയിലും സ്ലാവിയ പ്രാഹയും ഐൻട്രാക്ട് ഫ്രാങ്ക്ഫർട്ടും. ബാക്കി എല്ലാ ടീമുകൾക്കും പ്ലേ ഓഫ് എങ്കിലും ഉറപ്പിക്കാനുള്ള അവസരം ഇനിയുമുണ്ട്. 2 ടീമുകളെ ഇപ്പോൾ റൗണ്ട് ഓഫ് 16 നേരിട്ട് ഉറപ്പിച്ചിട്ടുള്ളത് ആഴ്സണലും ബയണുമാണ്. ബാക്കി അവിടെ നിന്ന് അങ്ങോട്ടുള്ള 10-16 ടീമുകൾക്ക് ഇപ്പോഴും ടോപ്പ് 8 സാധ്യതയുണ്ട്. ബാഴ്സ ടോപ്പ് 8-ലല്ല, 9-ാമതാണ്. ബാഴ്സ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അവർക്ക് ടോപ്പ് 8-ലെത്താനുള്ള സാധ്യത ഇനിയും തുറന്നു കിടപ്പുണ്ട്. അപ്പോൾ വേണ്ട എന്താണെന്ന് വെച്ചാൽ കോപ്പൻഹേഗനുമായിട്ട് FC ബാഴ്സലോണയുടെ കളി, അവസാന ചാമ്പ്യൻസ് ലീഗ് മത്സരം വരുമ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ഓർക്കണം. 2 ടീമുകൾ മാത്രമാണ് റൗണ്ട് ഓഫ് 16ലേക്ക് ഇപ്പോൾ കടന്നതെന്നും ആഴ്സണലും ബയണും. ബാക്കി 4 ടീമുകൾ മാത്രമാണ് പുറത്തായതെന്നും ബാക്കി ടീമുകൾ 30 ടീമുകൾ ഇനിയും പോരാട്ടത്തിലാണ്. കോപ്പൻഹേഗൻ ഇപ്പോൾ 26-ാം സ്ഥാനത്താണ്. ബാഴ്സ എതിരാളികളായിട്ടുള്ള കോപ്പൻഹേഗൻ 26-ാം സ്ഥാനത്താണുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം ടോപ്പ് 24 ഇടം പിടിക്കണമെങ്കിൽ ക്യാമ്പ് നൗവിൽ വിജയം അനിവാര്യമാണ്. ഒരു ഡ്രോയോ തോൽവിയോ സംഭവിച്ചാൽ അവർ എല്ലാ സാധ്യതയും കഴിഞ്ഞ് പുറത്താവും. അവർ എവേ മത്സരങ്ങളിൽ വളരെ ധാരാളമായിട്ട് കൺസീഡ് ചെയ്യുന്നൊരു ടീമാണ്, ഗോൾ വഴങ്ങുന്ന ടീമാണ്. മാത്രമല്ല അവർ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എവേ മത്സരങ്ങളിൽ. അങ്ങനെയാണെങ്കിൽ പോലും റീസെൻ്റ്ലി അവർ നാപ്പോളിയുമായിട്ട് ഡ്രോ പിടിച്ചിട്ടുണ്ടായിരുന്നു. 10 പേര് മാത്രമാണ്. അപ്പോൾ 10 പേരെ വെച്ചുകൊണ്ടൊരു ഡ്രോ പിടിച്ചിട്ടുണ്ടായിരുന്നു. വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് 10 പേരെ വെച്ചിട്ടും അവർ കളിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ബാഴ്സ ഓർക്കുന്നത് നന്നായിരിക്കും. കോപ്പൻഹേഗൻ വളരെ കോമ്പാക്റ്റ്ലി ഡിഫെൻഡ് ചെയ്യും. അതുപോലെ തന്നെ മിഡ് ടു ഹൈ ഏരിയാസിൽ നന്നായിട്ട് അവർ പ്രസ് ചെയ്യും. ആവശ്യമുള്ള സമയത്ത് ഡയറക്റ്റ് പ്ലേയിലേക്ക് അവർ പോവുകയും ചെയ്യും. മുക്കോക്കോ, അതുപോലെ തന്നെ ജോർഡൻ ലാർസൻ, ക്ലീസൻ, ഇങ്ങനെയൊക്കെയുള്ള താരങ്ങൾ അവരുടെ പ്രധാനമായ രൂപത്തിൽ ത്രെറ്റ് ഉണ്ടാക്കുന്ന കളിക്കാരാണ്. ബാഴ്സ സംബന്ധിച്ചിടത്തോളം ടാസ്ക് വളരെ സിമ്പിളാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വിജയിക്കുക, കൂടുതൽ ഗോൾ അടിക്കുക, എങ്കിൽ മാത്രമാണ് മുന്നോട്ടേക്ക് പോവുകയുള്ളൂ. സോ ഹൈ ഇൻറ്റൻസിറ്റി ഫസ്റ്റ് മിനിറ്റ് മുതൽ ബാഴ്സ പുറത്തെടുത്തെങ്കിൽ മാത്രമേ ടോപ്പ് 8 എന്നുള്ള ആ ഒരു സാധ്യത സജീവമാക്കാൻ പറ്റുകയുള്ളൂ. അതിന് കഴിയുമെന്ന പ്രതീക്ഷയോടെ ആരാധകരെ കാത്തിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.